ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ സിനിമാ രംഗത്തെ ഒട്ടേറെ ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ വലിയ ആരോപണങ്ങളാണ് വരുന്നത്. പല നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുമാരും സിനിമയിൽ പ്രവർത്തിക്കുന്നവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവരും വരെ പരാതികളുമായി രംഗത്ത് വന്നിരുന്നു. ഇങ്ങനെയുള്ള ആരോപണങ്ങളുടെ ഭാഗമായി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്, അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് എന്നിവർ രാജിവെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ബാബുരാജ്, മുകേഷ്, ജയസൂര്യ, മണിയൻപിള്ള രാജു എന്നിവർക്കെതിരെയും ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ വിഷയങ്ങളിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അമ്മ എന്ന സംഘടനയിൽ നിന്നും പ്രസിഡന്റായ മോഹൻലാലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരും ഇപ്പോൾ രാജി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഒരു സംവിധായകനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് യുവനടൻ നവജിത്ത് നാരായൺ. താൻ ഒരിക്കൽ സിനിമയിൽ അവസരം ചോദിച്ചപ്പോൾ ഒരു സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് നവജിത്ത് പറയുന്നത്. തനിക്ക് വർഷങ്ങളായി അറിയുന്ന ഒരു സംവിധായകനാണ്. അയാളുടെ ഫ്ളാറ്റിൽ വെച്ചാണ് സിനിമയുമായി ബന്ധപ്പെട്ട ഈ കൂടിക്കാഴ്ച നടത്തിയത്. സിനിമയിൽ അവസരം നൽകിയാൽ തനിക്ക് എന്താണ് ഗുണമെന്ന് അയാൾ ചോദിച്ചു. തന്റെ തുടയിൽ പിടിച്ചുകൊണ്ടാണ് ആ സംവിധായകൻ ഇങ്ങനെ ചോദിച്ചത്. തനിക്ക് അത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അയാൾ കേട്ട ഭാവം നടിച്ചില്ല. അയാളുടെ മുഖത്ത് ഒരു അടി നൽകിയാണ് താൻ ഇറങ്ങിപ്പോന്നതെന്നും നവജിത്ത് പറയുന്നു. ഇക്കാര്യം പറഞ്ഞ നവജിത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ചില വർക്കുകളുടെ കാര്യത്തിനായി കൊച്ചിയിലുള്ള മലയാള സിനിമയിലെ ഒരു സംവിധായകനെ കാണാൻ പോയിരുന്നു. കുറച്ച് വർഷമായി ഞാൻ സിനിമക്കായി തെണ്ടുന്നു എന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. പുള്ളിയുടെ ഫ്ളാറ്റിലോട്ട് ഞാൻ കയറി ചെന്നു. ചെയ്ത വർക്കുകളെക്കുറിച്ചും ഇപ്പോൾ ചെയ്യുന്നതിനെക്കുറിച്ചുമൊക്കെ കുറേ നേരം സംസാരിച്ചിരുന്നു. പതിയെ പുള്ളിക്കാരൻ്റെ മട്ടും ഭാവവും മാറി തുടങ്ങി. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അഭിനയമോഹമുള്ള എൻ്റെ സുഹൃത്തുക്കളായ പെൺപിള്ളേരോട് ഇയാൾ അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന കാര്യം. പക്ഷേ എനിക്ക് സംഭവിച്ചത് ഒരു ഞെട്ടലോടെയാണ് ഞാൻ കണ്ടത്. അടുത്തിരുന്ന അയാൾ എൻ്റെ തുടയിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു, നിനക്കൊരു വേഷം തന്നാൽ എനിക്കെന്താ ലാഭം എന്ന്. ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും തുടയിൽ കൈവച്ചപ്പോൾ കാര്യം പിടികിട്ടി. എനിക്കത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ല, നിങ്ങൾ തരുന്ന അവസരം വേണ്ട എന്ന് പറഞ്ഞു. പെട്ടെന്ന് കൈയെടുത്ത് മാറ്റാൻ പറഞ്ഞു. അയാൾ അത് കേട്ടില്ല. മുഖം നോക്കി ഒന്ന് പൊട്ടിച്ച ശേഷം ഞാൻ അവിടെ നിന്നും ഇറങ്ങി. ഇതാണ് നവജിത്ത് ആ പോസ്റ്റിലൂടെ പറയുന്നത്. നടിമാർക്ക് മാത്രമല്ല നടന്മാർക്കും ദുരനുഭവങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടാകുന്നു എന്ന് വ്യക്തമായി പറയുന്നതാണ് നവജിത്തിൻ്റെ ഈ അനുഭവം.